ഓക്കെ, ശ്രീ ആർ വി ബാബു, അപ്പോൾ നോക്കൂ, എന്തായാലും പോലീസിനെ പർച്ചേസ് ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നേരത്തെ സംസാരിച്ച രേഖയും പറഞ്ഞ അത് തന്നെയാണല്ലോ. അവരും പരാതി കൊടുത്തു, ഒരു സ്ത്രീയായിട്ട് കൂടി ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി കൊടുത്തു, അവർക്കെതിരെ വധഭീഷണിയുണ്ട്, കാർ നമ്പർ അടക്കം വെച്ച് പരാതി കൊടുത്തു. നേരത്തെ അനൂപ് പറഞ്ഞല്ലോ അത്. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഭദ്രകാളിയെ അധിക്ഷേപിച്ചു, അതിനെതിരെ പരാതി ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ, പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ പരാതി കൊടുത്തു, ഒരു നടപടിയുമില്ല. ഇപ്പോൾ പോലീസിനെ പർച്ചേസ് ചെയ്തു എന്നതിനല്ലേ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നാളെ നിയമസഭയിൽ ഒരു മിനിറ്റ് രഞ്ജിത്ത്, ഞാൻ വരാം. നാളെ നിയമസഭയിൽ FCRA നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് താങ്കളുടെ സുഹൃത്ത് മുഖ്യമന്ത്രി VD സതീശൻ എന്നുകൂടി ഞാനിതാ അറിയിക്കുകയാണ്. അല്ല, എനിക്കതിൽ അത്ഭുതമില്ല ശ്രീ അനിൽ നമ്പ്യാർ. ഇവിടെ പറഞ്ഞു എത്രയെത്ര ആരോപണങ്ങളാണ്, എത്രയെത്ര പരാതികളാണ്. ആരോപണങ്ങൾ മാത്രമല്ലല്ലോ, പരാതികൾ, എണ്ണിയാലൊടുങ്ങാത്ത പരാതികൾ ഒരു സ്ഥാപനത്തിനെതിരെ, ആ വ്യക്തിക്കെതിരെ ഉയർന്നിട്ടും നമ്മുടെ നാട്ടിലെ പോലീസിനെ പർച്ചേസ് ചെയ്തു ഇരിക്കട്ടെ. ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ട്, ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. ഒരാൾ പോലും നടപടി എടുക്കുന്നില്ല. ജില്ലാ കളക്ടർ നടപടി എടുക്കുന്നില്ല, ജില്ലാ പോലീസ് ചീഫ് നടപടി എടുക്കുന്നില്ല. ഇങ്ങനെ പോലീസ് എല്ലാം നിഷ്ക്രിയമായിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അപകടം പിടിച്ചൊരു സാഹചര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് പോലീസിൻ്റെ കാര്യത്തിൽ, സർക്കാരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറുന്നത്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, മാധ്യമങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ വിഷയം ഏതെങ്കിലും മാധ്യമം, ജനം TV ഒഴിച്ച് ഏതെങ്കിലും മാധ്യമം ചർച്ചയാക്കിയോ? ഒരു വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ടാവാം, മറ്റേ ഇത് ആക്രമിച്ച സമയത്തോ അല്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കിയ സമയത്തോ ഒക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടാവാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ഇതേപോലുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്, ഇതുപോലുള്ളൊരു ക്രിമിനൽ അറസ്റ്റ് ചെയ്യപ്പെടാത്തതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അതേപോലെ ടെലിവിഷൻ ചാനലുകൾ ആരെങ്കിലും ഒരു ചർച്ചയാക്കിയോ? ആരും ചർച്ചയാക്കിയില്ല. അവർക്ക് അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകളുടെ മതം നോക്കി മാത്രമാണ് അവർ ചർച്ച ചെയ്യുക. അവിടെ ഹിന്ദുക്കളാണ് എന്നുണ്ടെങ്കിൽ, പ്രതിസ്ഥാനത്ത് ഹിന്ദുക്കളാണെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ പൊട്ടിത്തെറിക്കും, ചർച്ച നടത്തും, അലറി വിളിക്കും, ഒക്കെ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, വർഷങ്ങൾക്ക് മുൻപ് തൃപ്പൂണിത്തുറ കണ്ടനാട് പ്രവർത്തിച്ചിരുന്ന ആർഷവിദ്യാ സമാജം. ആ ആർഷവിദ്യാ സമാജത്തില് ഈ ലവ് ജിഹാദ് പോലുള്ള ഈ പ്രണയക്കെണിയിൽപ്പെടുത്തി മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ച കുട്ടിയെ ഒക്കെ രക്ഷകർത്താക്കൾ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്നൊരു സംഭവം ഉണ്ടായി. ആ കുട്ടി അതിനോട് ചെറുത്തു നിൽക്കുകയും അവർ പരാതി പറയുകയൊക്കെ ചെയ്തോട് കൂടിയിട്ട് വലിയ വിവാദമുണ്ടായി, പരാതിയായി, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. DYFIക്കാർ അങ്ങോട്ട് മാർച്ച് നടത്തുന്നു, യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തുന്നു, പോലീസ് റെയ്ഡ് നടത്തുന്നു, ആ സ്ഥാപനം അവിടെ അടച്ചുപൂട്ടിക്കുന്നു. അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആരോപണങ്ങൾ, എത്രയോ വലിയ കുറ്റങ്ങൾ ചെയ്ത ഒരു വ്യക്തി അങ്ങനെ യഥേഷ്ടം നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ ഈ നിയമവ്യവസ്ഥ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ലജ്ജ തോന്നുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം ഞാൻ ഇതിനോട് കൂട്ടി വായിക്കാം. അതായത് ഇത്തരം ആളുകൾക്ക്, ഈ ബിനു വാഴമുട്ടം പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള മതപ്രചാരകന്മാർക്ക് ഇവിടെ യഥേഷ്ടം പ്രവർത്തിക്കാവുന്ന സാഹചര്യമാണ്. ഞാനിപ്പോൾ ഈ ഒരു വാർത്ത വായിക്കുകയുണ്ടായി ഈ കഴിഞ്ഞ ദിവസം. അതായത് KMMLന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറോ മറ്റോ ആയിരുന്ന ഒരു അനിൽ മുഹമ്മദ് യൂട്യൂബറായിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം യൂട്യൂബ് ചെയ്യുന്നു. ആ യൂട്യൂബ് ഈ അന്യമത വിദ്വേഷം വളർത്തുകയും ഇസ്ലാമിക പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള യൂട്യൂബ്. അങ്ങനെ യൂട്യൂബ് ചെയ്ത അനിൽ മുഹമ്മദ് ക്രിസ്തുമത അധ്യക്ഷന്മാരെയും സന്യാസിമാരെയും ഒക്കെ നിരന്തരം അവഹേളിച്ചുകൊണ്ടുള്ള യൂട്യൂബ് ചെയ്തു. അങ്ങനെ ഒടുവിൽ 2024 കൊല്ലം ബിഷപ്പ് പോലീസിന് പരാതി കൊടുക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇയാൾ ഗുരുതരമായ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ആ അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തു. അനിൽ നമ്പ്യാരെ മെയ് 15-ാം തീയതി മറ്റായിരുന്നു VD സതീശന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അല്ലേ? മെയ് 4-ാം തീയതി നമ്മുടെ റിസൾട്ട് വന്നു. മെയ് 18 അല്ലേ? മെയ് 29-ാം തീയതി
നിങ്ങൾക്കറിയോ, മെയ് 29 ഈ 2 വർഷക്കാലമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട് ഇയാളെ പിരിച്ചുവിടണം എന്നാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് കൊടുത്തത്. ഇയാളെ പിരിച്ചുവിടണം എന്നാണ്. അത്രയും ഗുരുതരമായ, കാരണം വേറെ ഒരു ഗുരുതരമായ കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. വിദേശ യാത്രകൾ നടത്തിയത്, അവിടെ നിന്ന് സംഭാവന പിരിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കുറ്റങ്ങൾ ചെയ്ത ഇയാളെ ഇപ്പോൾ തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല, അയാളെ പ്രൊമോഷൻ നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇയാൾ KC വേണുഗോപാലിന്റെ ഒരു ശിങ്കടിയാണ്, എർത്താണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ KC വേണുഗോപാലിന്റെ ശിങ്കടിയായിട്ട് ഒരു ഇസ്ലാമിക മത തീവ്രവാദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് എല്ലാവിധ ഒത്താശയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുന്ന സാഹചര്യമാണ്. എന്തിനാ ഞാൻ പറയുന്നത്? ഇത് സംഘപരിവാറിന്റെ ആരോപണമായിട്ടല്ല. ഈ മറ്റേ ജംഇയ്യത്തുൽ ഉലമയുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പത്രമാണ് സുപ്രഭാതം. ആ സുപ്രഭാതം പത്രത്തിലാണ് ഇയാൾക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വാർത്ത വന്നിരിക്കുന്നത്. അപ്പൊ നോക്ക്, അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോ ഇത്തരത്തിൽ മത തീവ്രവാദികൾക്ക് കേരളത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ഇപ്പൊ ഇവിടെ നേരത്തെ രഞ്ജിത്ത് രവീന്ദ്രനും അതേപോലെ നമ്മുടെ അരുണും വക്കീലും ഒക്കെ പറഞ്ഞത്, അതേപോലെ ആ രേഖയും ഒക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് ഈ മസിൽ പിടിക്കുന്നവരോട് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. അനിൽ നമ്പ്യാർ. ഓക്കെ.